ACCA skill level papers ഏത് ഓർഡറിൽ എടുക്കണം? In this video, I will guide you the correct order to take your ACCA skill level paper. എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയി കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. My name is Rinsha. I am an ACCA student. സ്കിൽ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് ഏത് ഓർഡേഴ്സ് പേപ്പേഴ്സ് ചൂസ് ആക്കണം എന്നുള്ളത്. എനിക്ക് തോന്നിയ കറക്റ്റ് ഓർഡറാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കുന്ന മുന്നേ നമുക്ക് ഫസ്റ്റ് സ്കിൽ ലെവൽ സബ്ജക്റ്റിത്തെ പാസ് റേറ്റ് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ പാസ് റേറ്റ് ഉള്ളത് ടാക്സിനാണ്, 55%. ഞാൻ ഡിസംബർ സെഷനത്തെ പാസ് റേറ്റ് ആണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും പാസ് റേറ്റ് കുറവ് നമ്മുടെ PM-നാണ്, വെറും 40% പാസ് റേറ്റ് ആണ് PM എന്ന സബ്ജക്റ്റിനുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരിക്കലും PM വെച്ചിട്ട് നിങ്ങളുടെ സ്കിൽ ലെവൽ സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുക. കാരണം PM കുറച്ചും കൂടിയും ഭയങ്കര ടഫായൊരു പേപ്പറാണ് സ്കിൽ ലെവലിലുള്ളത്. അപ്പോൾ നമ്മൾ നോളേജ് ലെവലത്തെ ആ ഒരു പാറ്റേണിൽ പഠിച്ച് നമുക്ക് പെട്ടെന്ന് സ്കിൽ ലെവൽ PM എടുക്കുമ്പോൾ നല്ല ടഫായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ സ്കിൽ ലെവൽ ഏറ്റവും നല്ലത് സ്റ്റാർട്ടാക്കാൻ FR അല്ലെങ്കിൽ ടാക്സ് ആണ്. കാരണം FR ആണെങ്കിലും ടാക്സ് ആണെങ്കിലും കുറച്ചും കൂടി നമുക്ക് ഈസി പേപ്പേഴ്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ സ്കിൽ ലെവലിലുള്ളത്. FR-ലും ടാക്സിലും പക്ഷേ കുറേ കണ്ടന്റ് പഠിക്കാനുണ്ട്, നല്ലോണം കണ്ടന്റ് ഉള്ള പേപ്പേഴ്സാണ് ഈ FR-ഉം ടാക്സും. പക്ഷേ നമുക്ക് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പേപ്പർ FR-ഉം ടാക്സും ആണ്. നമുക്കറിയാം ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ കൂടുതൽ ചാൻസ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സാണ് FR-ഉം ടാക്സും. അപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് FR-ന്ന് സ്റ്റാർട്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സിൽ നിന്ന് സ്റ്റാർട്ടാക്കാം. പക്ഷെ രണ്ട് പേപ്പറിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം കണ്ടന്റ് ഉണ്ട് പഠിക്കാൻ. പിന്നെ FR-ഉം ടാക്സൊന്നും ലാസ്റ്റ് നിമിഷത്തെ പഠിത്തം നടക്കൂല, കാരണം അത്ര കണ്ടന്റ് ഉള്ളതുകൊണ്ട്. പക്ഷെ എന്നാലും പ്രോബ്ലംസ് ഒക്കെ ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. ചിലർക്ക് പ്രോബ്ലം പേപ്പേഴ്സ് ഇഷ്ടമാവുമല്ലോ, അവർക്ക് FR-ഉം ടാക്സും കുറച്ചും കൂടിയും ഇഷ്ടമാവാനുള്ള ചാൻസ് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് പേപ്പർ FR ചൂസ് ചെയ്താൽ പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് പേപ്പർ നിങ്ങൾക്ക് ഓഡിറ്റ് എടുക്കുക, അതായത് AA പേപ്പർ എടുക്കുക. AA പക്ക തിയറിയാണ്, നമ്മൾ ഫുള്ള് ടൈപ്പിംഗ് സ്കില്ലാണ് അവിടെ വേണ്ടത്. പക്ഷേ നമ്മൾ FR-ൽ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കവർ ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ട് പക്ക നോളേജ് ഉണ്ടാകും. അപ്പോൾ AA-ൽ മെയിനായിട്ട് വേണ്ട സംഭവം സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടുള്ള നോളേജാണ്. കാരണം ആ നോളേജ് ഉണ്ടെങ്കിലാണ് നമുക്ക് AA എഴുതാൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് FR കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ AA എടുക്കാം. പക്ഷെ നിങ്ങൾക്ക് തിയറി ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ FR കഴിഞ്ഞിട്ട് AA എടുക്കണ്ട. പിന്നെ എന്താണ് നമുക്കുള്ളത്, FM-ഉം PM-ഉം ആണല്ലോ. ഈ FM-നും PM-നും കമ്പയർ ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും കമ്പാരിറ്റീവ്ലി ഈസി FM ആണ്. അപ്പോൾ FM എടുത്തിട്ട് PM എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടിയും നല്ലതായിട്ടുണ്ടാകുക, ബെറ്റർ ഓപ്ഷൻ അതാണ് ഉണ്ടാകുക. പിന്നെ നിങ്ങൾ ടാക്സ് ആണ് പിന്നെ പെൻഡിങ് ഉണ്ടാകുക, കാരണം FR ഫസ്റ്റ് പേപ്പർ എടുത്തുകൊണ്ട് പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ടാക്സ് പേപ്പറും കൂടിയും കംപ്ലീറ്റ് ആക്കിയിട്ട് സ്കിൽ ലെവലിൽ കംപ്ലീറ്റ് ആക്കാം. പിന്നെ ഏത് ഓപ്ഷൻ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ FR ആയിട്ട് ടാക്സ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ FM എടുക്കുക, പിന്നെ ഓഡിറ്റ് എടുക്കുക, അല്ലെങ്കിൽ PM എടുക്കുക. ഇനി ഞാൻ ഏത് ഓർഡറിലാണ് എടുത്തതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് FR ആണ് എടുത്തത്. FR കഴിഞ്ഞിട്ട് പിന്നെ ടാക്സ് കഴിഞ്ഞിട്ട് പിന്നെ FM കഴിഞ്ഞിട്ട് PM, പിന്നെയാണ് ഞാൻ ഓഡിറ്റ് എടുത്തത്. ഓഡിറ്റ് ഞാൻ ലാസ്റ്റിക്ക് വെച്ചു, കാരണം എനിക്ക് ഓഡിറ്റ് തിയറി പേപ്പറാന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ സൈഡിലേക്ക് പോകാൻ തോന്നിയില്ല. കാരണം എനിക്ക് തിയറി ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഓഡിറ്റ് ഏറ്റവും ലാസ്റ്റാണ് എടുത്തത്. ഓഡിറ്റ് ലാസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ P ലെവലിലേക്ക് പോകുമല്ലോ. അപ്പോൾ P ലെവലിലേക്ക് പോകുമ്പോൾ ഈ ഓഡിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്തായാലും സ്റ്റാൻഡേർഡിന് നോളേജ് വേണം. അപ്പോൾ നമ്മൾ ഈ FR-ത്തൊക്കെ നമ്മൾ റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഈ ഓഡിറ്റ് പേപ്പറിന് വേണ്ടിയിട്ട്. പിന്നെ P ലെവലിൽ ഏറ്റവും നല്ലത് SBR വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താകും, SBR-ന് കുറച്ചും കൂടി നിങ്ങൾക്ക് യൂസ് ഉണ്ടാകും. കാരണം നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓൾറെഡി റിവൈസ് ചെയ്ത് വെച്ചുകൊണ്ട് കുറച്ചും കൂടിയും നല്ലതാണ്. അപ്പോൾ പക്ഷെ ഞാൻ എടുത്തത് ഓഡിറ്റ് ലാസ്റ്റ് എടുക്കാൻ കാരണം എനിക്ക് തിയറി ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ടാണ്. പിന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. കാരണം ചിലർക്ക് ഈസി സബ്ജക്റ്റ്, ചിലരുടെ ഈസി സബ്ജക്റ്റ് ചിലർക്ക് ടഫായിരിക്കും. ചിലർക്ക് ഏറ്റവും ടഫായി തോന്നുന്ന സബ്ജക്റ്റ് ചിലർക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി കംഫർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ്, അത് നിങ്ങൾ ചൂസ് ആക്കുക. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ചൂസ് ആക്കുക.
അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും, സ്കിൽ ലെവൽ ചെയ്ത് പേപ്പർ ചൂസ് ആക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.